ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹന്നൂസ് കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ക്രോക്കറ്റാണ്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഞാനിവിടെ ഒരു ക്യാരറ്റ് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ചൊരു ചെറിയ പീസ് ക്യാബേജും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ ഇത് ഉപ്പിട്ട് വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ബട്ടർ വേണം, ചീസ് വേണം, മൈദ വേണം, കോൺഫ്ലോർ വേണം. ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് 1.25 ടീസ്പൂൺ മതിയാവും ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/4 ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയൊന്ന് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, ചെറിയൊരു കളർ മാറുന്നത് വരെ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ വേവിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചീസിൻ്റെ ഒരു ബ്ലോക്ക് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഒരു പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ചൂടാറുമ്പോഴത്തേക്ക് 2-3 സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പൊട്ടറ്റോ ചൂടാറിയ മിക്സിലേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മൊസറല്ല ചീസ് കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ക്രോക്കറ്റ് ആദ്യം മൈദയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ക്രോക്കറ്റ് എല്ലാം ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ക്രോക്കറ്റായിട്ട് പൊരിച്ചെടുക്കാം. ക്രോക്കറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും കഴിച്ചു നോക്കണം, ഉണ്ടാക്കി നോക്കണം. കഴിച്ചു നോക്കിയിട്ടല്ല, ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.